നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. കണ്ണിനും കാതിനും ഇമ്പവും ഹൃദ്യവുമായി മാറുന്ന ജീസസ് കിഡ്സിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. പരിഭവങ്ങളും പിണക്കങ്ങളുമായി ആർത്തുല്ലസിക്കുകയാണ് നമ്മുടെ കൂട്ടുകാർ. നമുക്കൊന്ന് അവിടെ പോയാലോ? കാട്ടിലെ കൂട്ടുകാർ. എന്റെ ഗംഭീരേ, കുറെ നേരമായല്ലോ ആ ഫോണിൽ കുത്താൻ തുടങ്ങിയിട്ട്. എന്താ നീ കാണിക്കുന്നേ? നിന്നെ പോലുള്ള അറുപ്പഴഞ്ചന്മാരോടൊന്നും ഇതിനെ പറ്റി പറഞ്ഞ മനസ്സിലാവില്ലേ? ഇതൊക്കെ എന്നെ പോലുള്ള ന്യൂജൻ പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതാണേ. നീ വലിയൊരു പരിഷ്കാരി. എന്നാലും പറയ്, നീ എന്താ ഈ കാണിക്കുന്നേ? എന്റെ പപ്പീസ്, ഞാൻ ഫേസ്ബുക്കിൽ ചാറ്റിംഗ്, ചീറ്റിംഗ്, കോളിംഗ്, പോക്കിംഗ്, അങ്ങനെ പലതും അങ്ങനെ പലതും ചാറ്റിയും ചീറ്റിയും അവസാനം തല്ല് നീ എനിക്ക് കൂടി മേടിച്ചു തരുമോ? കൺട്രി ഫെല്ലോ, നീ ഒരു പേടിത്തോണ്ട് തന്നെ കേട്ടോ. നോക്ക് നമ്മുടെ ഫേസ്ബുക്കിൽ ഉണ്ട്. അത് നിന്നെ പോലെ ചാറ്റാനും ചീറ്റാനും തട്ടിപ്പ് കാണിക്കാനും അവസാനം മുട്ടനിടി വാങ്ങാനും അല്ല. നല്ല എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം കാണും സാറിന്, മനസ്സിലായോ? എന്തെങ്കിലും ആട്ടെ, ഈ ഫേസ്ബുക്ക് വെച്ച് നമ്മുടെ വയറ് നിറയ്ക്കാനുള്ള എന്തെങ്കിലും വഴി നമുക്ക് കണ്ടുപിടിക്കണം. നല്ല തട്ടിപ്പും കാണിക്കാനായിരിക്കും അല്ലേ? എങ്ങനെ മനസ്സിലായി? എന്റെ ഗംഭീരെ, ഞാൻ നിന്റെ കൂടെ കൂടിയ കാലം തൊട്ട് കണ്ടു തുടങ്ങിയതല്ലേ നിന്റെ ഈ തട്ടിപ്പുകളൊക്കെ. ഈ തട്ടിപ്പും വെട്ടിപ്പും അല്ലാണ്ട് നിന്റെ കുരുട്ട് ബുദ്ധിയിൽ വേറൊന്നും വരില്ലെന്ന് എനിക്കറിഞ്ഞൂടെ. ഒരു ഗുണമില്ലെങ്കിലും നീ എന്റെ പാർട്ണർ ആയതുകൊണ്ട് മാത്രമാണ് ഞാനൊന്നും പറയാത്തത്. ക്ഷമിക്ക് ഗംഭീര, ക്ഷമിക്ക്. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, അപ്പോഴേക്കും പിണങ്ങിയോ? നിന്റെ പ്ലാൻ എന്താണെന്ന് പറ. ഈ ഫേസ്ബുക്ക് വെച്ച് നമ്മൾ എങ്ങനെ പണം ഉണ്ടാക്കുമെന്നാ പറയുന്നത്? എല്ലാ മേഖലയിലും ഒരു തട്ടിപ്പിന്റെ സാധ്യത ഒളിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ ഈ കാര്യത്തിൽ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുള്ളതല്ലേ. അത് കണ്ടെത്തുക എന്നതാണ് നമ്മിപ്പോഴുള്ള തട്ടിപ്പുകാരുടെ ലക്ഷ്യം. അപ്പൊ പ്ലാൻ ഒന്നും ആയില്ലല്ലേ? ഇല്ലെന്നേ, പക്ഷെ ഉടനെ ആവും. ഏതെങ്കിലും മണ്ടൻ നമ്മുടെ വലയിൽ വന്ന് ചാടാതിരിക്കില്ല. ഇന്നത്തെ ഈ കോറേട്ട് തന്നെ കൊട്ടിലും അസാധകൾ ലക്ഷം നിറഞ്ഞു നിന്നു. അതിരു തുടങ്ങി രാവിലെ തന്നെ എവിടെ പോയത്? കുളിക്കാൻ പോയതാണ്. ഗംഭീരെ, കുളിക്കാനാണെങ്കിൽ കോവറേട്ടന്റെ വീടിന്റെ തൊട്ട് താഴെ തന്നെയല്ലേ പുഴയുള്ളത്. പിന്നെ ഇത്രയും നടന്ന് കുറിഞ്ഞിപ്പുഴ വരെ വരേണ്ട കാര്യമുണ്ടോ? ഞാനത് സാധകം ചെയ്യാൻ വേണ്ടി വന്നതാ. സാധനം ചെയ്യാനോ? എന്റെ മണ്ട, സാധനല്ല സാധകം. ഈ സ്വരമാതിരം വരുത്താൻ പാട്ടുകാർ ചെയ്യുന്ന പരിപാടിയെ കഴുത്തറ്റും വെള്ളത്തിൽ ഇറങ്ങി നിന്ന് പാട്ട് പാട്. അങ്ങനെയാണെങ്കിൽ ചേട്ടന് വീടിന് താഴെയുള്ള പുഴയിൽ നിന്ന് ചെയ്തുകൂടെ ഈ സാധകം? അതിനെന്റെ അയൽക്കാരെ സമ്മതിക്കട്ടെ. ഞാൻ സാധകം ചെയ്യാൻ ഇനി പുഴയിൽ ഇറങ്ങിയാല് ഈ കട്ടിന്ന് തന്നെ ഓടിക്കുന്ന പറഞ്ഞേക്കള് അസിയതവർക്ക് എന്തത്ര പാടാൻ സാധിക്കുന്ന ഗ്രാമവാസീസ്. അതാണല്ലേ ആരുമില്ലാത്ത നേരം നോക്കി ഇവിടെ സാധകം ചെയ്യാൻ പറഞ്ഞത്. ചേട്ടാ,
ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഗായകൻ ചേട്ടനാണ്. ചേട്ടന്റെ കഴിവുകളെ ലോകം കാണാതെ പോവരുത്. ചേട്ടനെ ഞങ്ങള് ലോക പ്രശസ്തനായ ഒരു ഗായകനെയൊക്കെ ഞങ്ങൾ സഹായിക്കാം. ലോകം ചേട്ടാ, ചേട്ടൻ ഈ ഫോൺ കണ്ട്, ഇതാണ് സ്മാർട്ട് ഫോൺ. ഇത് വെച്ച് ചേട്ടന് ഞങ്ങൾ വേൾഡ് ഫേമസ് ആക്കാൻ പോലെ. അതെ ലോക പ്രശസ്ത സംഗീതജ്ഞൻ ഗാനഭൂഷണം കോവറാക്കി ചേട്ടനെ ഞങ്ങൾ മാറ്റിയെടുക്കും. കേട്ടിട്ട് തന്നെ മഞ്ചം വരുന്നത്. എന്നാലും ഇതൊക്കെ എങ്ങനെയാണ് ചേട്ടാ, ചേട്ടൻ പാടുന്ന പാട്ട് ഞങ്ങൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും. ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണും. പിന്നെ ചേട്ടൻ അവസരങ്ങളെ പെരുന്നാളല്ലേ, ഗാനമേളകള്, സംഗീത വിരുന്നുകള്, സിനിമകള്, അവാർഡുകള്, ലൈവ് ഷോകള്, റിയാലിറ്റി ഷോകള്, വേൾഡ് ടൂർസ്. ബോധം പറയട്ടാ. പക്ഷെ ചേട്ടാ, അതിനല്പം പണച്ചെലവുണ്ടെന്നേ. ഒരു പാട്ടിന് ഏകദേശം ഒരു 10-20,000 രൂപ ചെലവ് വരും. 10-25,000 രൂപ. അത് പിന്നെ റെക്കോർഡിങ്ങിന്റെ ചെലവ്, എഡിറ്റിംഗിന്റെ ചെലവ്, കളറിംഗിന്റെ ചെലവ്, അപ്ലോഡിങ്ങിന്റെ ചെലവ്, ഫോണിന്റെ റീചാർജ്, നെറ്റിന്റെ റീചാർജ്, ഫേസ്ബുക്കിന്റെ ചെലവ്. 10-20,000 രൂപ ഞാൻ തരാം. എന്തായാലും ഫേമസ് ആവുമല്ലോ. എന്നിട്ട് വേണം എന്റെ പാടാൻ സമ്മതിക്കാത്ത എന്റെ ബ്ലഡി അയൽക്കാരുടെ മുമ്പിൽ കൂടെ എനിക്ക് ജളിഞ്ഞു നടക്കാൻ. അല്ല പക്ഷെ മക്കളെ, ഇപ്പൊ കയ്യില് കാശില്ല. അയ്യോ, നിങ്ങള് വൈകുന്നേരം അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് വരാം. See you in the evening. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്റെ ഗംഭീരെ, ഞാനൊരു സത്യം പറയട്ടെ, എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ഇതിൽ കാര്യമായിട്ടൊന്നും മനസ്സിലാക്കല്ലേ മിസ്റ്റർ പപ്പീസ്. നമ്മളാ തിരുവണ്ടം കഴുതിനെ പറ്റിച്ച് കുറെ കാശുണ്ടാക്കാൻ പോവാ, അത്രയുള്ള കാര്യം. ഗംഭീരെ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എത്ര പെട്ടെന്ന് ആ കോറേട്ടനെ നീ വിദഗ്ധമായി പറ്റിച്ചത്. ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ദ ഗംഭീർ മിസ്റ്റർ പപ്പീസ്. നീ നിന്റെ ഒടുക്കത്തൊരു ഇംഗ്ലീഷും എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് നീ വിചാരിക്കണ്ട കേട്ടോ. വേഗമാന്നല്ലോ നീ പറഞ്ഞൊരർത്ഥം. ഓ, നീ ആത്മാർത്ഥമായിട്ട് മണ്ടനാണല്ലേ. തൽക്കാലം നീ വേഗം വാ. ശരി, ശരി. നടക്ക്. ആ മക്കളെ, വായന നല്ലൊരു ശീലമാണ്. ഈ ഇന്റർനെറ്റ് യുഗത്തിലും നിങ്ങളെപ്പോലുള്ളവർ പുസ്തകങ്ങൾ വായിക്കുന്നത് കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കിട്ടുന്ന സുഖമൊന്നും ഒരു ഇന്റർനെറ്റിലും തരാൻ കഴിയുന്നില്ല. ആ പറഞ്ഞത് ശരിയാണ് കേട്ടോ. സാറേ, സാറിന്റെ സഹായം കൊണ്ടാണ് കപിലിന്റെ അനുജന് ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് കപിൽ പറഞ്ഞിരുന്നു. അവൻ എന്താണ് സാറേ പറ്റിയത്? അതോ, സ്കൂളിൽ പോകുന്ന വഴി ഒരു വണ്ടി അവൻ ഇടിച്ചിട്ട് നിർത്താതെ പോയി. അവനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഒരുപാട് വൈകി. അവന് മാരകമായ പരിക്കുകളുണ്ടായിരുന്നു. പാവം, കപിലിന്റെ കുടുംബത്തിന് താങ്ങാനാകുന്നതിലും അധികമായിരുന്നു ഓപ്പറേഷന്റെ ചെലവുകൾ. അയ്യോ, എന്നിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ടാക്കി കപിലിന്റെ അനിയന് വേണ്ടി പലരോടും ചികിത്സാ സഹായം അപേക്ഷിച്ചു. അങ്ങനെ കുറേ നല്ല മനസ്സുകളുടെ സഹായം കാരണം അവന് ജീവൻ തിരിച്ചു കിട്ടി. അപ്പോ ഈ സോഷ്യൽ മീഡിയാസ് വളരെ നല്ലതാണല്ലേ? എല്ലാ മാധ്യമങ്ങൾക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. നാം അത് മനസ്സിലാക്കി വിവേകത്തോടെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സാറേ, നമ്മുടെ ഗംഭീരം പപ്പീസും പുതിയ ഫോണൊക്കെ വാങ്ങി ഫുൾ ടൈം കറങ്ങി നടപ്പാം. അവരുടെ കയ്യിൽ ഒരുപാട് കാശും വന്നു പോകുന്നുണ്ട്. ശരിയാ സാറേ, പലപ്പോഴും അവര് ജംഗിൾ പാലസ് 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മക്കളെ, നമ്മൾ നമുക്കറിയാത്ത കാര്യങ്ങളെപ്പറ്റി വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല. അതും വലിയൊരു തെറ്റാണ് കേട്ടോ. സാർ, ഞങ്ങൾ സാരമില്ല, നിങ്ങളുടെ ഉദ്ദേശശുദ്ധി എനിക്കറിയാം. ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ ചെല്ലേ, എനിക്ക് ആ കപിലിന്റെ വീട് വരെ ഒന്ന് പോകണം. സാർ, ഞങ്ങൾ ഇന്നലെ പോയതാ. എന്നാലും ഞങ്ങളുടെ അന്വേഷണം പറഞ്ഞേക്കണേ. ഓ ശരി ശരി, എങ്കിൽ നാളെ കാണാം. ഓക്കെ. ഈ പുസ്തകങ്ങൾ വായിച്ച് ഒരു ആസ്വാദനക്കുറിപ്പ് നാളെ നിങ്ങൾ എനിക്ക് തരണം കേട്ടോ. ശരി സാർ. ഓക്കെ, ബൈ. ഓ, ഈ ഫ്രൂട്ട്സിൽ പണ്ടുണ്ടായിരുന്ന ആ രുചി ഇല്ലട്ടോ. അയ്യടാ,
കഞ്ഞി കുടിക്കാൻ വകയിലാണ്ട് തേരപരം നടന്നവനെ രുചി പോരാന്ന് ഉള്ളത് വായിൽ കുത്തിക്കേറ്റാ നോക്ക്. അല്ല പിന്നെ ശ്ശേ, നിനക്ക് ആ പഴയ ഹ്യൂമർ സെൻസ് ഒക്കെ എവിടെ പോയി നിന്റെ ഗംഭീര? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അയ്യടാ അവന്റെ ഒരു അവിഞ്ഞ തമാശ ദേ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതിരിക്കുന്നതാ നിനക്ക് നല്ലത്, മനസ്സിലായോ? എന്റെ ഗംഭീര, നീ ക്ഷമിക്ക്. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാ നീ ചൂടാകുമോ? നീ ഒന്ന് ചോദിക്ക്, ചൂടാവണോ വേണ്ടോന്നൊക്കെ ഞാനത് കേട്ടിട്ട് തീരുമാനിക്കാം. നിന്റെ കയ്യിലിരിക്കുന്നത് പോലുള്ളൊരു ഫോൺ നീ എനിക്ക് വാങ്ങി തരാമോ? എന്തിനത്? വെറ്റിലേല് ചുണ്ണാമ്പ് തേക്കിട പോലെ ചുമ തോണ്ടിക്കൊണ്ടിരിക്കാനാണ്. അങ്ങനൊന്നും പറയാതെ അത് ഉപയോഗിക്കാനൊക്കെ ഞാൻ പഠിക്കാം. ഗംഭീര, നീ ഒന്ന് വാങ്ങിത്താ. ഇതൊക്കെ ഉപയോഗിക്കുന്നത് കാണുമ്പോ കൊതിയാവുന്നു. ഓക്കെ ശരി ശരി, നീ വേഗം കഴിക്ക്. എന്നിട്ട് വേണം നമുക്ക് ആ മണ്ടൻ കോറിന്റെ അടുത്ത് പോയിട്ട് വീണ്ടും വീണ്ടും കാശ് വാങ്ങാനായിട്ട്. ഓഹോ, അത് ശരി. അപ്പോൾ പീലിയും മൂട്ടുവും പറഞ്ഞത് വളരെ ശരിയായിരുന്നു. യുവമാർ പുതിയ എന്തോ തട്ടിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ്. അല്ല, ഇനി ആ കോവരേട്ട നമുക്ക് കാശ് വല്ലതും തരുമോ? ഇപ്പൊ തന്നെ നമ്മൾ കൊറേ കാശ് ആ തിരുമണിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയില്ലേ? ഓ, അതൊക്കെ നീ ഗംഭീറിന് വിട്ടേക്കുന്നു. നമ്മൾ ഉടൻ തന്നെ ആ മണ്ടൻ കടുവയുടെ വീട്ടിൽ പോണം. എന്നിട്ട് ചേട്ടന്റെ പാട്ട് കേട്ട് കുറെ സിനിമാ സംവിധായകർ വിളിച്ചു. അവർക്ക് സിനിമയിൽ ചേട്ടൻ പാടണമെന്ന് പറഞ്ഞു എന്നൊക്കെ പറയും. പിന്നെ അവർ ചേട്ടന്റെ കൂടുതൽ പാട്ടുകൾ അവർ ആവശ്യപ്പെട്ടു എന്നും പറയും. അപ്പോൾ ആ ആനമണ്ടൻ നമുക്ക് വീണ്ടും വീണ്ടും കാശ് തരും. അങ്ങനെ അങ്ങനെ നമ്മൾ കോടീശ്വരന്മാരാകും. കോവരേട്ടൻ ലക്ഷപ്രഭുവാകും. അതെങ്ങനെ കോവരേട്ടൻ ലക്ഷപ്രഭുവാകുന്നത്? ഓ, അയാൾ ഇപ്പൊ കോടീശ്വരനല്ലേ. നമ്മൾ അയാളെ പറ്റിച്ച് 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 ഒരു ലക്ഷപ്രഭുവാക്കി മാറ്റും. നിനക്ക് മാത്തമാറ്റിക്സ് അറിയില്ലല്ലേ? പിന്നെ നമ്മളായിരിക്കും ഈ കേട്ടില് പുതിയ കോടീശ്വരന്മാര്. നിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഗംഭീര. എന്നാലും നീ കോവരേട്ടന്റെ പാട്ടൊക്കെ ഈ ഫേസ്ബുക്കിൽ കേട്ടാറുണ്ടോ? എവിടുന്ന്? ചുമ്മാ മണ്ടനെ പറ്റിക്കാൻ വേണ്ടി മാത്രം പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്യും. അത് തന്നെ കിലോ കണക്കിന് പഞ്ഞി ചെവിയിൽ തിരികട്ടെ ഞാൻ റെക്കോർഡ് ചെയ്യ. ആ മണ്ടന്റെ കഴുതിരകം കേൾക്കാതിരിക്കാനായിട്ട്. നീ ഒരു സംഭവമാണ് കേട്ടോ. അതന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലേ? എനിക്കറിയാം ഞാനൊരു സംഭവമാണെന്ന്. അല്ല ശരി ശരി ശരി. അപ്പോ എന്റെ ഫോണിന്റെ കാര്യം എങ്ങനെയാ? ഇന്ന് ആ മണ്ടൻ തരുന്ന കാശ് കൊണ്ട് നാളെ തന്നെ നിനക്കൊരു ഫോൺ ഞാൻ വാങ്ങി തരും. ഓ, അത് മതി അത് മതി. താങ്ക് യു ഗംഭീർ. എന്നാ നമുക്ക് വേഗം പോകാം, വെറുതെ നേരം കളയാം. ഓക്കേ, ദിസ് ഈസ് ദ റോഡ് ടു കോവർക്കർസ് ഹൗസ്. കം ഓൺ മോൻ. എന്ന് വെച്ചാൽ എന്താണ്? എന്ന് വെച്ചാ ഒന്ന് വേഗം വരാം മണ്ടൻ പപ്പീസ്. അല്ല പിന്നെ. ഓഹോ, അപ്പോൾ അതാണ് കാര്യം. ഇവന്മാരിങ്ങനെ വിട്ടാൽ ശരിയാകില്ലല്ലോ. വഴിയുണ്ട്. ഹലോ, കാണുന്നില്ലല്ലോ. ഇവിടെ ആരും ഇല്ലേ? കോവരേട്ടാ, കോവരേട്ടോ, ഏയ് കോവരേട്ടോ. നിങ്ങള് എത്തിയല്ലേ? എന്റെ കോവരേട്ടാ, ഞങ്ങളൊരു സീരിയസ് കാര്യം പറയാനായിട്ട് കിട്ടു വന്നത്. സീരിയസ് ആണോ? ചേട്ടന്റെ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. എന്റെ പാട്ട് കേട്ടിട്ട് സിനിമ സംവിധായകൻ വിളിച്ചല്ലേ? അതെങ്ങനെ മനസ്സിലായി? എനിക്ക് സിനിമയിൽ അവസരം തരാന്ന് പറഞ്ഞില്ലേ? അതിനിപ്പോ ഇനി മറ്റും പാട്ട് റെക്കോർഡ് ചെയ്യണല്ലേ? കോവരേട്ടാ, അത് പിന്നെ അതിന് എന്റെ പടം ഇനി വേണമായിരിക്കില്ല. കോവരേട്ടൻ എന്തോ ഒരു അർത്ഥം വെച്ച് സംസാരിക്കുന്നത് പോലെ. ഇത്രയും കാലം പറ്റിക്കായിരുന്നല്ലേ? പാവം ഞാൻ അതെല്ലാം വിശ്വസിച്ചു. മമ്മസാറ് വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിലേ നിങ്ങൾ പറയുന്ന ദോടകൾ കേട്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പണം കളഞ്ഞേനെ. എന്റെ പൊന്നു കോവരേട്ടാ, ഞങ്ങളോട് ക്ഷമിക്ക്. ഒരു അബദ്ധം പറ്റിയതല്ലേ? അബദ്ധം പോലും ഇനി നിങ്ങളോട് ക്ഷമിക്കണോ വേണ്ടത് തീരുമാനിക്കേണ്ടത് ഞാനല്ല. അയ്യോ സാറേ, രക്ഷിക്കണം സാറേ. ക്ഷമിക്കണേ സാറേ. ഞാനൊക്കെ ഒരു അബദ്ധം പറ്റിയതാ. കോവരേട്ടാ ഒന്ന് പറയൂ കോവരേട്ടാ, പ്ലീസ് കോവരേട്ടാ. പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാതെ തട്ടിപ്പും കൊണ്ട് നടക്കുന്നു. അയ്യോ സാറേ, ആണമില്ലാത്തവന്മാരെ അയ്യോ സാറേ, അവിടെ നിങ്ങളുടെ മാതാപിതാക്കളും വമ്പസാറും കാത്തിരിപ്പുണ്ട്. അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണം. കോവരേട്ടാ സാറേ, ഞങ്ങള് വാങ്ങിയ പണമൊക്കെ തിരിച്ചു കൊടുത്തോളാം സാറേ, പ്ലീസ്. ഇനി ഒരു തെറ്റും ഞങ്ങൾ ചെയ്യില്ല സാറേ. സാറേ പണം തിരികെ തരുമ്പോ നമുക്ക് കേസ് ഒഴിവാക്കാം സാറേ. ഓ ശരി ശരി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിലൂടെ നന്മയുടെ സന്ദേശങ്ങൾ വിതറുന്നവർ നന്മ നിറഞ്ഞ മനസ്സുള്ളവരാ.
മാലാഖമാർ മംഗളവാർത്ത അറിയിക്കുന്നത് പോലെയാകണം നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? സർ, യെസ്. Joyful and beautiful and jolly, jolly, graceful and only jolly, jolly. Blessed is the life of Johnny, Johnny, shining star of Jesus. കൂകിപ്പാടും പുഴുവാരി പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുറുകുറുകിപ്പാടും കാക്കച്ചിയമ്മേ, തുരുതുരു പെയ്യുന്ന മഴയിൽ പാടി ആടിവാ. നിങ്ങളറിഞ്ഞോ കൂട്ടാരേ, സ്വർഗം തരുന്നൊരു സമ്മാനം, കുട്ടിക്കുറുമ്പുമായി കളിയും ചിരിയുമായി ഈശോതൻ സ്നേഹം പകരാൻ വരുവാൻ. Joyful and beautiful, jolly, jolly, graceful and only jolly, jolly. Blessed is the life of Johnny, Johnny, the shining star of Jesus. Joyful and beautiful, jolly, jolly, graceful and only jolly, jolly. Blessed is the life of Johnny, Johnny, shining star of Jesus, Johnny. ഇനി 2 മാസം ഞാൻ തകർക്കും. നോ പുസ്തകം, നോ പരീക്ഷ. റിസൾട്ട് വരുന്ന ദിവസം നീ തകരാതിരുന്നാൽ മതി. അഥവാ തോറ്റാൽ നല്ലൊരു ഫുഡ് കഴിച്ചാൽ ജോപ്പന്റെ വിഷമം മാറും. ഓരോ ദിവസത്തിനും അതിന്റെ വിഷമം മതി. ഞാൻ എല്ലാ വിഷയത്തിലും ജയിക്കും എന്ന് മാത്രമേ എല്ലാവരോടും പറയൂ. ബട്ട് സത്യം അതാണോ? അല്ല, ഞാൻ തോക്കും. ബട്ട് എന്തിനതോർത്ത് 2 മാസത്തെ ചന്തം കളയണം? ഫ്രീ ലൈഫ്, അതാണ് ജോപ്പൻ. നിനക്ക് വിവരമുണ്ട്. എന്നാൽ രാവിലെ പള്ളിയിൽ കാണാം. ഓ, ആട് സമ്മതിച്ചാൽ വരാം. അതെന്നെ അങ്ങനെ? അവധിക്കാലമല്ലേ? എന്റെ ആ ആട് മുടിഞ്ഞ ഉഴപ്പാടെ. അതിരാവിലെ തീറ്റാൻ പോണം. പള്ളിയിൽ പോയിട്ട് തീറ്റിയാൽ മതി. എന്നാ ശരി ബ്രോ. ദൈവമേ, മനുഷ്യന്റെ ജീവിതം കുത്തുവാളെടുപ്പിക്കാൻ നീ സൃഷ്ടിച്ച ഏക ജീവിയാണല്ലോ ആടലവലാതി. എനിക്ക് വിശന്നു. നീ എനിക്ക് എന്ത് തന്നെ ജോപ്പായി? ഒരു കുന്തവും തരൂല. എന്നാൽ വേണ്ട, ഞാനിതാ പോണു. ഈശോപ്പാ. എടാ ചോപ്പ, ഇത് ഞാനാ. ആണോ? ഞാൻ വിചാരിച്ചു നീ അല്ലെന്ന്. ചോപ്പ, ചുറ്റും നോക്ക്. പാതി മയക്കത്തിൽ ഞാൻ ഇതൊന്നും കണ്ടതേയില്ല. ഇന്ന് നമ്മൾ തകർക്കും. എന്തിയെ എന്റെ ആട്? ആരുടെങ്കിലും തലയിൽ കയറി ഇരിപ്പുണ്ടായിരിക്കും. അത് പോട്ടെ, നീ മുകളിലേക്ക് നോക്ക്. എന്റെ അമ്മോ, ചക്കപ്പഴം. നമ്മൾ ഇന്ന് തകർക്കും. എന്റെ അലവലാതി ആട് വരുന്ന ജോണിയും ജോമിയും വരുമ്പോഴേക്കും നമുക്കത് പറിച്ചു വെക്കാം. കത്തിയില്ല, കയറില്ല. നീ കയറി തിരിച്ചു തിരിച്ച് പറിക്കണം. ഞാൻ താഴെ നിന്ന് പിടിക്കാം. നന്നായി പഴുത്തതാ. ഞാൻ ഏറ്റു. റെഡി. ഞാൻ 1-ാം തരം വിക്കറ്റ് കീപ്പറാ. ഇന്ന് ഞാൻ എല്ലാരെയും വണ്ടടിപ്പിക്കും. ഇപ്പം പോരും, പിടിച്ചേക്കണേ. ചെറിയ ക്രിക്കറ്റ് ബോൾ ആർക്കും പിടിക്കാം. ബട്ട് കൂളായൊരു ചക്ക മുകളിന്ന് താഴേക്കിടുമ്പോൾ പിടിക്കുക, അതാണ് പിടുത്തം. റെഡി, 1 2 3. ഞാനൊരു മനുഷ്യജീവിയാണേ ഗോമാതാക്കളെ. ഹായ്, ചക്ക ചോപ്പായി. Johnny, 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 Johnny.
ജോപ്പാ ഇത്? ഒരു കാറ്റ് ചപ്പിളിയായി എറിഞ്ഞവൻ മുകളിൽ. ഈ ജോപ്പൻ ആണാണേൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ചൂണ്ടി ആ പ്ലാവിൽ ഏതെങ്കിലും ഒരു പ്ലാവിൽ കയറി ചക്കയിട്ടിരിക്കും. ജോപ്പാ വേണ്ട, നിനക്കറിയാത്ത പണിയാ. അപകടം വരും, മിക്കവും പൊടികളും ഇപ്പം വരും. അവർ പറിച്ചു തരും. ഇത് ജോപ്പന്റെ ശബ്ദം. കുട്ടികളെ, നിങ്ങളുടെ കുഞ്ഞു കരങ്ങൾക്ക് ഞങ്ങൾ വലിയ മരങ്ങൾ വഴങ്ങില്ല. അപകടം, അപകടം. ഉയരം കൂടുന്തോറും താഴേക്കുള്ള ആകർഷണം കൂടും. അപകടം, അപകടം. മരം അങ്കിൾ കൃത്യമായി പറയുമോ? പറയാം. പരീക്ഷ കഴിഞ്ഞു, നിങ്ങളുടെ അവധി തുടങ്ങി. ഞങ്ങളെപ്പോലുള്ള മരങ്ങളിൽ പഴങ്ങൾ നിറയെ പാകമായി. നിങ്ങൾ സൂക്ഷിക്കണം. ഒരിക്കലും സാഹസികത അരുത്. സത്യമാ അങ്കിൾ, ഞങ്ങൾക്ക് മരം കയറ്റം അറിയില്ല. അതാ അങ്ങേ മൂലയിൽ അധികം പൊക്കമില്ലാത്തൊരു മാവുണ്ട്. ആ മാവിന് ഒരു കഥ പറയാനുണ്ട്. അങ്ങോട്ട് ചെല്ല്. പൊടികളം ജോപ്പന്റെ തലയിൽ ക്ലീറ്റസ് ചക്ക പിരിച്ചിട്ടു. അവരെന്തായാലും ബോംബിടാഞ്ഞത് ഭാഗ്യം. കൂട്ടുകാരെ, തോട്ടം നിറയെ ചക്കയും മാമ്പഴവും ചാമ്പയ്ക്കൊക്കെ കാണുമ്പോൾ നിങ്ങളെല്ലാം മറക്കും. അതുപോലെ വെള്ളം കാണുമ്പോഴും. അതെ, അപകടം തൊട്ടടുത്തുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ മാവിനും ഒരു കഥ പറയാനുണ്ട്. നോക്ക്, നിറയെ പഴുത്ത മാങ്ങകൾ. നമുക്ക് പറിക്കാം. നമ്മുടെ വീടിന്റെ അടുത്ത ചേട്ടന്റെ തോട്ടമാ. ഞാൻ ഇന്നലെ ചേട്ടനോട് മാങ്ങ പറിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചേട്ടൻ സമ്മതിച്ചിട്ടുമുണ്ട്. എന്നാൽ പറിക്കാം. പഴുത്ത 10 മാങ്ങ മാത്രം ഞാൻ പറിച്ചു തരാം. വേറെ ആരും കയറേണ്ട. ഇന്ന് പരീക്ഷ കഴിഞ്ഞ ദിവസമല്ലേ. അന്നു മുതൽ ഞാൻ കായ്ക്കാറില്ല. ആർക്കും എന്നിൽ നിന്നൊരു അപകടവും ഉണ്ടാവില്ല. എന്നിട്ട് ആ കുട്ടിക്ക് എന്തു പറ്റി? അതെ, ആ വീട് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പോയിട്ട് വാ. എനിക്ക് മിക്കുവിന് ഇവിടെ ഒരല്പം പണിയുണ്ട്. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം. നിന്റെ മേല് മുഴുവൻ ചക്കപ്പഴത്തിന്റെ ഗന്ധം. ചക്കജോപ്പായി നല്ല മണം. കൂട്ടുകാരെ, ഞാൻ ഈ കിടപ്പ് തുടങ്ങിയിട്ട് 3ാമത്തെ വർഷമാ. ഒരു ചെറിയ കയ്യബദ്ധം, ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ഇവിടെ കിടന്നു തന്നെ നമുക്ക് പഠിക്കണം. എന്റെ തലയിൽ നിന്ന് ചക്ക വീണു. പാവം ചക്ക ചിതറിപ്പോയി. കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്കൊരു പാഠമാണ്. ജീവിതം കൊണ്ടൊരു സാഹസികതയും കാണിക്കരുത്. ഒരു നിമിഷം കൊണ്ട് എല്ലാം തീരും. എന്റെ അരയ്ക്ക് താഴെ ചലനമില്ല. മക്കളെ, നിങ്ങളെ ആ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. ഈ ഭൂമി നിങ്ങൾക്കാ. പക്ഷെ നമ്മുടെ അശ്രദ്ധ ദുഃഖം വരുത്തും. ഒരിക്കലും അപകട സാഹചര്യങ്ങളിലേക്ക് പോവരുത്. അമ്മ, ടോണി വീണ മാവ് പിന്നീട് പൂത്തിട്ടില്ല, കായ്ച്ചിട്ടുമില്ല. ടോണി നോക്കിക്കോ, നമ്മൾ ഒരിക്കൽ ഒരുമിച്ച് മാവിന്റെ ചോട്ടിപ്പോവും. ഈ അവധിക്കാലം നിങ്ങൾക്കുള്ളതാണ്. പോയി കളിച്ച് തകർക്ക്. ഒരു ബാല്യം മാത്രം, അതിൽ ആനന്ദിക്ക്. പക്ഷേ ഒത്തിരി ശ്രദ്ധിച്ച്. ഉയരം, കാറ്റ്, തീ. ടോണിയെ കണ്ടില്ലേ? ഇനി ഞങ്ങളൊന്നും പറയാനില്ല. പക്ഷേ പ്രകൃതി നൽകിയ ഈ കനികൾ കഴിക്കുന്നതിന് മുമ്പ് പ്രകൃതിയുടെ മന്ത്രം ഞാൻ പറഞ്ഞുതരാം.
അതിനു മുമ്പ് ആ മാവിനോട് ഞങ്ങൾക്കൊരു വാക്ക് പറയാനുണ്ട്. ടോണി പറഞ്ഞു എല്ലാ വർഷവും കായ്ക്കണമെന്ന്, ഒരുപാട് മാങ്ങാപ്പഴം എല്ലാവർക്കും കൊടുക്കണമെന്ന്, കുറച്ച് ടോണിക്കും വേണമെന്ന്. ഇനി ഞാൻ ആ മന്ത്രം പറയാം കേട്ടോ. പ്രകൃതിയുടെ മന്ത്രം: വിനയം, ശ്രദ്ധ, ജാഗ്രത. ഇത് മനപ്പാടമാക്കിയിട്ട് നിങ്ങൾ കളിച്ച് തേമൃത്ത് തകർത്ത് പൊളിക്ക. ഇനി വന്ന് പഴങ്ങൾ തിന്നോളൂ. നമിക്കുന്നു. എന്റെ അമ്മോ, ഇതാണ് ആട്. കൂട്ടുകാരെ, ഒരു അവധിക്കാലം കൂടി നമ്മളെ തേടിയെത്തി. കളിയും ചിരിയുമുള്ള കാലം. നമുക്ക് ജാഗ്രതയുള്ളവരാകാം. അപകടത്തിൽപ്പെടാതെ, സാഹസികത കാട്ടാതെ, കരുതലുള്ളവരായി ഈ ദിനങ്ങൾ ആഘോഷിക്കാം. കാരണം നമുക്കൊരു ജീവിത സ്വപ്നമുണ്ട്. നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക്, ഗുരുക്കന്മാർക്ക് സ്വപ്നങ്ങളുണ്ട്. നമുക്കത് പൂവണിയിക്കാം. ചുവടുകൾ ഒരുമിച്ച് വെക്കാം. ജീവിതം കണ്ണീരിൽ മുക്കാതിരിക്കാം. കാവൽ മാലാഖമാർ നമ്മെ കാക്കട്ടെ. ഹാപ്പി ഹോളിഡേയ്സ്.